യൂണിഫോം കോഡ് നൽകിയിട്ടുള്ള ഒരു സ്കൂളിൽ യൂണിഫോമിന് മുകളിൽ മതപരമായ ഹിജാബ് ധരിക്കുന്നത് നിയമപരമായ തെറ്റാണോ ശരിയാണോ? കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ യൂണിഫോമിനോടൊപ്പം ഹിജാബ് ധരിച്ചു വന്നതിനെ തടഞ്ഞ സ്കൂൾ അധികൃതരാണോ അതോ ഇസ്രായേലിന്റെ കറുപ്പ് ദിവസമായ ഒക്ടോബർ 7 തന്നെ കുട്ടിയെ ഹിജാബ് അണിയിച്ച് കത്തോലിക്ക സഭയുടെ സ്കൂളിൽ പറഞ്ഞുവിട്ട വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളാണോ യഥാർത്ഥ കുറ്റക്കാർ? ഇത്തരത്തിലുള്ള വിവാദ സംഭവം പെട്ടെന്ന് തന്നെ സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയവും നിയമപരവുമായ ഒരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അന്ന് ആ സ്കൂളിൽ സംഭവിച്ചത്? അതിനെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം എന്തൊക്കെയായിരുന്നു? ഈ വിഷയങ്ങൾക്കെല്ലാം ഉപരി വിവാദപരമായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ഇടപെടൽ, അതുപോലെ തന്നെ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ പ്രതികരണങ്ങൾ തുടങ്ങി യഥാർത്ഥത്തിലുള്ള യൂണിഫോം കോഡിന്റെ പരമാധികാരവും ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഉറപ്പാക്കുന്ന വ്യക്തിഗത മതപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ആര് ശരി ആര് തെറ്റെന്ന് വിലയിരുത്താം. ഇതുപോലുള്ള പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ലോക വിവരങ്ങളുടെ ആഴത്തിലുള്ള റിപ്പോർട്ടുകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഹിജാബ് വിഷയത്തിന്റെ തുടക്കം, വളർച്ച, നിലവിലുള്ള അവസ്ഥ തുടങ്ങിയ മുഴുവൻ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് പരിശോധിക്കുക.